നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കാനഡയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടോബർമോറി എന്ന് പറയുന്ന ഒരു പ്ലേസിലേക്കാണ്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു 3-3.5 അവർ ഡ്രൈവ് ചെയ്താലാണ് ഈ സ്ഥലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക. ടോബർമോറിയിലെ കുറേ അധികം സ്ഥലങ്ങൾ കാണാനുണ്ട്. പക്ഷെ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ടോബർമോറിയിലെ തന്നെ ഒരു ഫ്ലവർ പോട്ട് എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ്. ഐലൻഡിലേക്ക് പോകാനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മളൊരു ബ്ലൂ ഹെറോൺ എന്ന് പറയുന്ന ഒരു ക്രൂസ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അവിടേക്ക് പോകാനായിട്ട്. ഈ ക്രൂസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. ഈ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തന്നത് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് ആ ഒരു ലേക്കിലുള്ളത്. അപ്പം ഈ ഒരു യാത്രയിൽ നമുക്ക് ഇതിൽ 20 കൂടുതൽ ഷിപ്പ് വ്രക്സ് നമുക്ക് ആ ഒരു ലേക്കിലുണ്ടെങ്കിലും ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് ഒരു ഷിപ്പ് വ്രക്ക് നമുക്ക് കാണാൻ പറ്റി. അടുത്തതായിട്ട് നമ്മുടെ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസാണ്. 1897 ഈ ലൈറ്റ് ഹൗസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴും വളരെ നല്ല രീതിയിൽ തന്നെ ഇത് പ്രിസർവ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലവർ പോട്ട് ഐലൻഡിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഫ്ലവർ പോട്ട് ഐലൻഡ് എന്നുള്ള പേര് വരാൻ കാരണം ഒരുപാട് നാളത്തെ റോക്സ് ഇവിടെ സെഡിമെൻറ്റേഷൻ നടന്ന് ഈ ഒരു ഫ്ലവർ പോട്ടിൻ്റെ രൂപത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു റോക്കിന് ഫ്ലവർ പോട്ട് ഐലൻഡ് എന്ന് പേര് വരാനുള്ള കാരണം. ഒരുപാട് പെബിൾസ് ഉള്ള ലേക്ക് ഷോർ, അതേപോലെ തന്നെ കുറേ നാളത്തെ കേവ്സ്, അതുപോലെ തന്നെ ഹൈക്കിംഗ് ട്രെയിൽസ്, ഇതൊക്കെ നമുക്ക് ഇവിടെ 3 മണിക്കൂർ നടന്നുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഈ ട്രെയിനിൽ കൂടെ പോയിട്ടാണ് നമ്മൾ ഓരോ സ്പോട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഇപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഡിറക്ഷൻസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ പെബിൾസ്, അതേപോലെ ഈ റോക്സിലൊക്കെ കുറേ സ്നേക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഹാംലെസ് ആണ്, പക്ഷേ എങ്കിലും നമ്മളെല്ലാവരും സൂക്ഷിച്ചിരിക്കുക. Gracias.